بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب وأزواج وأتباع سيدنا ومولانا محمد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال سيدنا رسول الله صلى الله عليه وسلم كن عالما أو متعلما أو مستمعا أو محبا ولا تكن خامسا صدق رسول الله മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദലവി റളിയല്ലാഹ് മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദലവി റളിയല്ലാഹ് അംബൻ തൗഫീഖിൽ മൂതവർ ഹദർ മൗതുദീതവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ കശ്ഫ് കറാമത്തേറ്റിയേ ഖൈറായ ദീനെ പോറ്റിയേ മശ്ഹൂറിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ ഹൂ റളിയല്ലാഹ് മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദ് കഷ്ടം ഇരുൾ കടലിന്ന് കപ്പക്കാരും വിളിച്ചന്ന് ഇട്ടേ വെളിച്ചം ചൂട്ടൊന്ന് കാട്ടിടൈ തെങ്ങിൻ മോളിന്ന് കണ്ടേ വെളിച്ചം റാഹത്തായി കപ്പക്കാരും സലാമത്തായി കൊണ്ടാണൈ പുണ്യ സന്നിധി ഗുണമത്തോരിൽ റളിയല്ലാഹ് മമ്പൂറപ്പൂ മഖാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ ഖുത്ബൊലി സയ്യിദലവി റളിയല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മമ്പുറത്ത് പാപ്പയുടെയും അതുപോലെ നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച ഈ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങി എല്ലാ മഹത്തുക്കളുടെയും മദദ് ഫയൂദാത്തുകൾ
നമ്മുടെ ഈ മജ്ലിസിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും പൊരുത്തം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നീറുന്ന നൂറ് പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാവട്ടെ. നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായതെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് ചെയ്തു തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സുദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. എല്ലാ ആഴ്ചയിലും നടക്കുന്ന അതിമഹത്തായ സ്വലാത്ത്, വലിയ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന സ്വലാത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ദായിമായി ചെയ്യുന്ന അമലാണ്, സ്ഥിരമായി മുടങ്ങാതെ ചെയ്യുന്ന അമലാണ്. ആഴ്ചയിൽ ഒരു സ്വലാത്ത് ഇവിടെ നടക്കുമ്പോൾ ആ സ്വലാത്തിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നത് വലിയ ഒരു നേട്ടമായി മനസ്സിലാക്കുകയാണ്. അല്ലാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബറകാത്തുകൾ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല രോഗികളും നമുക്കുണ്ട്. നമ്മുടെ മുഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള രോഗികൾ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സദർ ഉസ്താദ് മുഹമ്മദ് കുട്ടി സഖാഫി ദീർഘകാലമായി ഇവിടെ സദറായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം രോഗിയായി ഇപ്പോൾ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും എല്ലാം നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നമുക്ക് മഹബത്തുണ്ടാകാനും അവരോടുള്ള പിരിശം കാരണം നാളെ അവർ എത്തിച്ചേരുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാനും വേണ്ടിയാണ്. മഹത്തുക്കൾ ചെയ്തതുപോലെ അമല് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്കൊരിക്കലും സാധ്യമല്ലാത്ത തരത്തിൽ ആത്മീയമായി ഉയർന്നവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളെ നമ്മൾ പ്രിയം വെക്കുന്നതും ബദരീങ്ങളുടെ ആണ്ടും ഉറൂസും അതുപോലെ ബദരീങ്ങളെ മൗലിദും എല്ലാം നമ്മൾ കഴിക്കുന്നതും നടത്തുന്നതും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നതും അതൊക്കെ നമുക്ക് ബദരീങ്ങളോടുള്ള മഹബത്ത് ബന്ധമാണ്. ആ മഹബത്ത് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ബദരീങ്ങൾ സ്വന്തം ശരീരവും ജീവിതവും ഒഴിഞ്ഞു വെച്ച ആ ബദരീങ്ങളുടെ നിലവാരത്തിലേക്ക് അവരുടെ കൂടെ അവരെ കാണുന്ന തരത്തിൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള വഴിയാണ് അവരെ പ്രിയം വെക്കുക, സ്നേഹിക്കുക എന്ന് പറയുന്നത്. അവർ വലിയ കഠിനാധ്വാനങ്ങൾ ചെയ്ത് നേടിയ ആ സ്ഥാനം മഹബത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ലഭിക്കുമോ എന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. മഹാന്മാരായ ബദരീങ്ങൾ, അതുപോലെ ഉഹദിൽ പങ്കെടുത്ത സ്വഹാബത്ത്, അതുപോലെ രാവും പകലുമില്ലാതെ ഇബാദത്ത് ചെയ്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ളവർ, മഹാനായ മമ്പറത്തുപ്പാപ്പയെ പോലെയുള്ളവർ, അവരൊക്കെ ത്യാഗം ചെയ്ത് നേടിയ ആ വലിയ സ്ഥാനം അവരെ പ്രിയം വെച്ച് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് AC റൂമിലിരുന്ന് AC ഉള്ള പള്ളിയിലിരുന്ന് നല്ല കറങ്ങുന്ന ഫാനിൻ്റെ ചുവട്ടിൽ കാറ്റുകൊണ്ടിരുന്ന് ആ മഹത്തുക്കളെ പ്രിയം വെച്ചാൽ, സ്നേഹിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നതൊരു ചോദ്യമാണ്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മഹത്തുക്കളെ പ്രിയം വെച്ചുകൊണ്ട് ലഭിക്കുന്ന സ്ഥാനം അവരോടൊപ്പമുള്ള സ്ഥാനം തന്നെയാണ്. ആ സ്ഥാനം ചില മഹത്തുക്കൾ അതിനെ വിശദീകരിച്ചത് അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് സ്വർഗത്തിലും നമ്മൾ എത്തുക എന്നതാണ്. ദറജയിൽ ഒരു പക്ഷേ വ്യത്യാസമുണ്ടാകും. അവർ വലിയ വിധാനങ്ങളിൽ വലിയ സ്ഥാനങ്ങളിൽ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവരെ കാണാൻ പറ്റുന്ന ഒരു വിധാനത്തിൽ അതേ തട്ടിലെ തന്നെ മറ്റൊരു സ്ഥലത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്ന് വിശദീകരിച്ചവരുമുണ്ട്. ഏതായിരുന്നാലും മഹത്തുക്കളെ പ്രിയം വെച്ചാൽ സ്വർഗത്തിലെത്തുമെന്നതിന് നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരാണെങ്കിലും അള്ളാഹു അങ്ങനെ സ്വർഗം നൽകും. സൂറത്തുൽ കഹ്ഫ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം അതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് ഹിജറ പോയ ഒരു പറ്റം ചെറുപ്പക്കാരുടെ പിന്നാലെ അവരെ പിന്തുടർന്നു കൊണ്ടുപോയ ഒരു പട്ടി, ആ പട്ടി അവർക്കൊരു ശല്യമാകുമെന്ന് കരുതി ആ പട്ടി അവർ എറിഞ്ഞോടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറുകൊണ്ടിട്ടും ഈ മഹത്തുക്കളെ പ്രിയം വെച്ച് അവരുടെ പിന്നാലെ കൂടുകയും അവസാനം അവർ ചെന്നണഞ്ഞ ആ ഗുഹയുടെ കവാടത്തിൽ അവർക്കൊരു കാവലായി കിടക്കുകയും ചെയ്ത ആ മഹത്തുക്കളുടെ പിന്നാലെ വാലാട്ടി നടന്ന പട്ടിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹത്തുക്കളെയും പ്രിയം വെച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല.